എൻ്റെ മോനെ ഇതൊരു ബാർബർ ഷോപ്പാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിറച്ചും കുപ്പി, അതും എത്ര വേണമെങ്കിലും കുടിക്കും. അത് മാത്രമല്ല ഉള്ളത് ധൈര്യം പ്ലേ സ്റ്റേഷൻ. എൻ്റെ ആളെ ഒരു ബാർബർ ഷോപ്പിൽ ഇത്രയോ? ഇത് ബാർബർ ഷോപ്പാണോ അതോ വേറെ എന്തെങ്കിലും സ്ഥലമാണോ? എൻ്റെ ആളിയാ. ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ അച്ചുക്കോട്ടന് മുടി വെട്ടണം, പിന്നെ നമുക്ക് ATM പോകണം. അങ്ങനെ നിറച്ചും പരിപാടികളാണ് ഗായ്സ്. അതായത് രാവിലെ ഞാനിപ്പം ATM വന്നു. ഇവിടെ ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർ ഇരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് കാർ ഇരുന്നുകൊണ്ട് തന്നെ പൈസ എടുക്കാം. പിന്നെയൊക്കെ അടിച്ച് നമ്മൾ ഈ പൈസ ഇങ്ങനെ എടുത്താൽ മതി. നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി കണ്ടിട്ടില്ല, ഇപ്പോൾ വന്നോന്ന് എനിക്ക് അറിയത്തുമില്ല ഗായ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇന്ത്യൻ കടയിലോട്ട് വന്നു. ഇവിടുത്തെ ഇന്ത്യൻ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്, എന്നാൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷേങ്കിൽ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ലഡു തൊട്ട് നമുക്ക് എല്ലാ സംഭവങ്ങളും കിട്ടും. സ്വീറ്റ്സ്, ചപ്പാത്തി, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ ഇടയ്ക്ക് സമോസം വരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേന് അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അച്ചുക്കോട്ടനെ വിളിക്കാൻ പോയി. ഇനിയാണ് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാൻ വന്നത്. അച്ചുക്കോട്ടൻ നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ നേരെ ബാർബർ ഷോപ്പിലോട്ടാണ് എന്നത്. ഇവിടെയാണ് ഫുള്ള് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു ബാർബർ ഷോപ്പ് കാണുന്നത്. ഇത് മൊത്തം കുപ്പികളും, അത് അൺലിമിറ്റഡ് ആയിട്ട്. ഇവിടെയാണ് ഫുഡ് എല്ലാ സംഭവങ്ങളും ഉണ്ട്, ടച്ചിങ്സ് എല്ലാം ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പെണ്ണുങ്ങളാണ് മുടി വെട്ടുന്നത്. പക്ഷേങ്കിൽ അവർ മുടിവെട്ടൊക്കെ കൊള്ളായിരുന്നു ഗൈസ്. അച്ചുകൂട്ടൻ മുടിവെട്ടാൻ കയറുവാണ്. ഇവിടെ ആണെങ്കിൽ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേന് നിറച്ച് ബിയറും വെള്ളവും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ കണ്ട ഗൈസ് ഐസ് കിട്ടാനുള്ള ഐസിൻ്റെ മെഷീനുണ്ട്. അത് മാത്രമല്ല ഫുഡിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴത്തേന് ചീസ് സെറ്റിൻ്റെ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇത് പോപ്കോൺ ഉണ്ട്, ചീസിൻ്റെ വേറെ സംഭവമുണ്ട്, അവനുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ സംഭവങ്ങളും. ഞാൻ ഇതുവരെയായിട്ട് ഒരു ബാർബർ ഷോപ്പ് ഇത്രയൊന്നും കണ്ടിട്ടില്ല. നിങ്ങളിത് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എവിടെയാണെന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഗൈസ് ഇത് കണ്ട് ഐസിൻ്റെ മെഷീനാട്ടോ. എല്ലാ സംഭവങ്ങളും ഇത് നമുക്ക് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് എടുക്കാം. പിന്നെ നമുക്കുണ്ടോ കോഫിയുടെ ക്രീമറൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പം നമുക്ക് കോഫിയുടെ പൗഡർ അപ്പുറമുണ്ട്, കോഫിയുടെ ക്രീമർ ഫ്രിഡ്ജിലുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് മൊത്തത്തിലെല്ലാം സെറ്റപ്പായിട്ട് ഉണ്ടാക്കി കുടിക്കാം. അവിടത്തെ കഴിഞ്ഞെന്ന് ഓർത്ത് ഞാൻ ഇരുന്നപ്പോഴത്തേനാണ് ഇവിടെ പ്ലേ സ്റ്റേഷൻ ഗൈസ്. പ്ലേ സ്റ്റേഷനുള്ള ഒരു ബാർബർ ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. പിന്നെ ഗെയിം കളിക്കുന്ന വേറെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഒരു പ്ലേ സ്റ്റേഷനിൽ ഗെയിമൊക്കെ കളിച്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ് ബാർബർ ഷോപ്പാണ്. നമുക്ക് എവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിൻ്റെ സാധനങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ ഗൈസ് എങ്ങനെയായിരിക്കും എന്ന് കമൻറ്റിലൊന്ന് പറയാം ഗൈസ്. നമുക്ക് അറിയാലോ എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഗൈസ്. എന്നിട്ട് ഞാൻ ഒരു ചെറിയൊരു ഹൈനോണൊക്കെ എടുത്തിട്ട് പയ്യെ ഗെയിം കളിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അവിടെ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വേറൊരു സാധനം എൻ്റെ കൈ കിട്ടി. ഇതെങ്ങനെയാണ് കളിക്കേണ്ടത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാലും ഞാൻ കുറേ പയറ്റി ഗൈസ്. ഇതുപോലത്തെ ഇനി വേറെ വീഡിയോസൊക്കെ വേണമെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അച്ചുക്കുട്ടൻ്റെ മുടിവെട്ടൊക്കെ കഴിഞ്ഞു. അച്ചുക്കുട്ടൻ എന്തായാലും പറഞ്ഞ രീതിയിലുള്ള മുടിവെട്ടല്ല കിട്ടിയിരിക്കുന്നത്. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.